ഡൽഹിയിലേക്ക് നേരെ ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, വലിയ രീതിയിലുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് സ്ഥിതി ഇപ്പോൾ? 11 മണിക്ക് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പ് ആരംഭിക്കേണ്ടതായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ നോമിനേറ്റഡ് അംഗങ്ങൾ, അതായത് നോമിനേറ്റഡ് ആയിട്ടുള്ള 14 നിയമസഭാ സാമാജികരുടെയും ഒപ്പം തന്നെ ലോക്സഭാ മെമ്പർമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആദ്യം ക്രമീകരിച്ചിരുന്നു. അത് സംബന്ധിച്ചാണ് ഇരു വിഭാഗത്തിലെയും ഇരു പാർട്ടി പ്രവർത്തകരെയും, അതായത് കൗൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പ്രതിഷേധം വലിയ രീതിയിൽ കനത്തതോടുകൂടി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിൽ നിന്നും കൗൺസിലർമാരെ നീക്കം ചെയ്യുന്ന നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ കൗൺസിലർമാരും രംഗത്തെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ BJPയുടെ കൗൺസിലർമാരും രംഗത്തെത്തിയതോടെ ഇരു പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ കൗൺസിലർമാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി തുടരുകയാണ്. വോട്ടെടുപ്പ് അടക്കം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയും മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പിലേക്ക് കടക്കാൻ ഇതുവരെയും കഴിയുകയും ചെയ്തില്ല. ആദ്യം തന്നെ ഈ നോമിനേറ്റഡ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള വിഷയം എന്തുകൊണ്ട് പരിഗണിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആം ആദ്മി കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിക്കുന്നത്. പിന്നീട് BJP കൗൺസിലർമാരുമായി പ്രതിഷേധം ആരംഭിച്ചതോടെയാണ് വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ അതീവ ഗുരുതര സാഹചര്യം തന്നെയാണ് സിവിൽ സെന്ററിൽ നമുക്ക് ദൃശ്യമാകുന്നത്. അവിടെ നിന്നും ഈ കൗൺസിലർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും 274 അംഗങ്ങളുടെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കേണ്ടതായിട്ടുള്ളത്. അതിൽ 150ഓളം വോട്ട് ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായി അവകാശപ്പെടാനുണ്ട്. അവർ തന്നെ ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഇരിക്കെ തന്നെ BJP ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്ന് മേയർ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അതീവ ഗുരുതര സാഹചര്യം തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ളത്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ടല്ലോ. ആ രീതിയിലുള്ള ഒരു സംഘർഷം നടക്കുമ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രവചനങ്ങൾ ഏത് രീതിയിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുക? ഈ MCD തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ കൗതുകരമായി തന്നെയാണ് ഈ ഒരു MCD തെരഞ്ഞെടുപ്പ്. അതായത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി ഇവിടെ വിജയം കഴിഞ്ഞ ആഴ്ച ഇവിടെ വിജയം കൂടി നാട്ടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മേയറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. മേയറെ കൂടാതെ തന്നെ ഡെപ്യൂട്ടി മേയറെയും ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള വിശേഷങ്ങളുണ്ടായിരുന്നു. ആ നടപടികളൊക്കെ ആയിരുന്നു ഇന്ന് ക്രമീകരിച്ചിരുന്നത്. 11 മണിയോടുകൂടി തന്നെ ആദ്യം മേയർ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനുള്ള അതായത് കളർ കോഡുകളടക്കം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. മേയർക്കായി അതായത് പച്ച കോഡിൽ മേയറുടെ ബാലറ്റ് പേപ്പർ ക്രമീകരിച്ചിരുന്നു. വെള്ള പേപ്പർ ഡെപ്യൂട്ടി മേയർക്കായും ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കായി പിങ്ക് കളർ കോഡുകളൊക്കെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ നമുക്കറിയാം, അതായത് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വിപ്പോ അല്ലെങ്കിൽ ഈ കൂറുമാറ്റ നിയമമോ ഒന്നും തന്നെ ഇതിൽ ബാധകമല്ല എന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു രീതിയിൽ വിദൂര സാഹചര്യത്തിൽ കൂടി തന്നെ BJPക്ക് ഒരു പക്ഷേ വീണ്ടും മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമായിരുന്നു അവരൊന്ന് ഉറ്റുനോക്കിയിരുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്തത്. എന്തായാലും നോമിനേറ്റ് അംഗങ്ങളുടെ പിന്തുണ കൂടുതലും ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണുള്ളത്. അതായത് 14 സാമാജികരുടെയിൽ 13 പേരുടെ പിന്തുണ ആം ആദ്മി പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. കേവലം 274 പേർക്കാണ് ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം, അതായത് വോട്ടവകാശമുള്ളത്. ഇതിൽ 150ഓളം വോട്ടർമാർ ആം ആദ്മി പാർട്ടിക്കുണ്ട്. 113 പേരുടെ പിന്തുണ മാത്രമാണ് BJPക്ക് അവകാശപ്പെടാനുള്ളത്. പക്ഷേ വിദൂര സാഹചര്യമാണ് എങ്കിൽ പോലും തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കണ്ടത്. തീർച്ചയായും മിഥുൻ, ഡൽഹി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിന്റെ വിവരങ്ങൾ മിഥുൻ പറയുമ്പോൾ